അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്ക് കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ നൽകിയില്ലെന്ന വിവാദം വീണ്ടും പുകയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് പിതാവിന് കോവിഡ് വാക്സിൻ നൽകിയില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. രാജ്യത്ത് വാക്സിൻ വിവാദം ചർച്ചയായ സാഹചര്യത്തിലാണ് ഇത്. പിതാവ് ഉമ്മൻചാണ്ടി കോവിഡ് വാക്സിൻ സ്വീകരിച്ചില്ലെന്നും പിതാവിൻ്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ MLA ലൈവിൽ പറയുന്നു. വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയുടെ വിശദീകരണം. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. അദ്ദേഹത്തിന് മരുന്ന് നൽകിയില്ലെന്ന് വരെ പറഞ്ഞു പരത്തിയിരുന്നു. കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ലെന്നും മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നുവെന്നുമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അവകാശപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വിവാദമാക്കിയവർ മാപ്പ് പറയണമെന്നും ഇനിയൊരു മകനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോവിഡ് സമയത്ത് ഇന്ത്യയിലും മറ്റും വിതരണം ചെയ്തിരുന്ന അസ്ട്രാസെനക്ക വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കൾ തുറന്നു പറഞ്ഞിരുന്നു. വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന TTS എന്ന അവസ്ഥയുണ്ടാകാമെന്നാണ് കമ്പനി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. UK ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ 44കാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇന്ത്യയിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ട്രാസെനക കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത്. ഇതോടെ വാക്സിൻ വിവാദം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. ഇതാണോ മോദിയുടെ ഉറപ്പെന്നും ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നൽകി BJP കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. BJP സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 50 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പ്രതികരണം.